സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. ചോക്കാട് ആനക്കല്ല് അംഗനവാടി കെട്ടിടം തുറക്കാത്തതിലും രൂക്ഷമായ കുടിവെള്ള പ്രശ്നം നേരിടുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം വിതരണം നടത്താത്തതിലും പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചോക്കാട് യൂണിറ്റ് പ്രവർത്തകർ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചു. ഒരു മാസത്തോളമായി രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കുന്നതിന് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. പഞ്ചായത്തിന് കീഴിലെ 100ഓളം ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷണവും മരുന്നും വിതരണം ചെയ്യാത്തതിനെയും ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചോദ്യം ചെയ്തു. കഴിഞ്ഞ റംദാന് മുമ്പ് ആശ്രയ കിറ്റുകൾ വിതരണം ചെയ്യാമായിരുന്നെങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിയുടെയും ICDSന്റെയും നിരുത്തരവാദിത്തമാണ് കിറ്റുകൾ മുടങ്ങാനിടയാക്കിയതെന്ന് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തി. എല്ലാ പ്രശ്നങ്ങൾക്കും രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഡിവൈഎഫ്ഐ ഇന്ന് പഞ്ചായത്തിൽ സെക്രട്ടറിനെ വന്ന് ഞങ്ങൾ പ്രധാനമായും 4 വിഷയമാണ് ഉന്നയിച്ചത്. ഒന്ന്, അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിലുണ്ട്. ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. പിന്നെ അംഗനവാടി, പരുത്തിപ്പറ്റയിലെ അംഗനവാടി, ആനക്കല്ല് അംഗനവാടി കുറച്ച് കാലങ്ങളായി അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിന് ഫിറ്റ്നസ് ഇല്ലാത്തത് കൊണ്ട് അത് അടച്ചിട്ടിരിക്കുകയാണ്. അത് എത്രയും പെട്ടെന്ന് അത് തുറന്ന് പ്രവർത്തിക്കണം. കുട്ടികൾ അതിരൂക്ഷമായ രീതിയിൽ അതീവമായിട്ട് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. പിന്നെ ആശ്രയ കിറ്റ് പദ്ധതി ഈ പഞ്ചായത്തിനകത്ത് അത് നടത്തിയിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ ആ ഒരു വിഷയത്തിലില്ല. പക്ഷെ പഞ്ചായത്ത് ആസൂത്രിതമായി ഈ പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒക്കെ നടത്തിയിട്ടുള്ളത്. സെക്രട്ടറി അതുമായി ബന്ധപ്പെട്ട് പറയണത് അത് ഇപ്പോ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് അവര് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയപ്പോ അവര് പറഞ്ഞത് ഇത് കൊടുക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, പക്ഷെ സെക്രട്ടറി പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ പദ്ധതിയെ തൽക്കാലം മാറ്റിവെച്ചെന്നാണ് ആവശ്യപ്പെട്ടുള്ളത്. ഞങ്ങൾ ഈ തീരുമാനമാകണവരെ ഈ പഞ്ചായത്തിൽ ഇരുന്നു കൊണ്ട് ആ വിഷയത്തിന് അടിയന്തരമായി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഈ പഞ്ചായത്തിൽ കുത്തിരുന്ന് തീരുമാനമാക്കുന്നവരെ ഇവിടെ നിൽക്കും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ കെ റനീദ്, ടി റിയാസ്, EP രാഹുൽ, ശിവപ്രകാശ്, C സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം.